First of all, I will call the press meeting, then to the court. നന്ദൻ സാറേ എന്തിനാണ് പറയണത്? സത്യത്തില് ഞങ്ങള് നിങ്ങളുടെ കഥ കേട്ടിട്ട് പോലുമില്ല. ഏതൊരു ഫ്രോഡ് വന്ന കഥ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് താല്പര്യം തോന്നി. പ്രൊഡ്യൂസറായ ഇയാൾക്ക് ഇഷ്ടപ്പെട്ടതും ഈ കഥ തന്നെയാ. അതൊക്കെ നിങ്ങളുടെ കാര്യം. Why should we bother about it? Can we have any compromise? Yes, Mr. Nandakumar. We are ready for a compromise. 5 crores. 5 കോടിയാ ഇദ്ദേഹം കോമ്പൻസേഷൻ ആയിട്ട് ആവശ്യപ്പെടുന്നത്. 5 കോടിയാ? എന്റെ ആറ്റുകാല അമ്മച്ചി. കൊറിയുമ്പോഴല്ല വെള്ളത്തിലെങ്ങാനും മുക്കി കൊന്നാലോ? 5 കോടി എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതൊക്കെ അറിയാം. ഡിമാൻഡ് അംഗീകരിക്കുന്നെങ്കിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മീഡിയാസ് ആഘോഷിക്കുന്നത് ഈ കഥാമോഷണത്തിൻ്റെ കഥയായിരിക്കും. ഒരൊറ്റ ചിത്രം കൊണ്ട് മലയാള സിനിമയുടെ കൊടുപിടിയിലെത്തിയ തൻ്റെ വീഴ്ച ഭൂമിയിലേക്കല്ല, അങ്ങ് പാതാളത്തിലേക്കായിരിക്കുവേ. Okay, we agree. We need 15 days. Okay. പക്ഷേ 15 days എന്ന് പറഞ്ഞാൽ 15 തന്നെ ആയിരിക്കണം. But one condition. അതുവരെ ഇദ്ദേഹത്തെ ആരും ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല, ഇദ്ദേഹം ആരും മീറ്റ് ചെയ്യാനും പാടില്ല. ഓക്കെ. അപ്പോഴേ ഇദ്ദേഹത്തിന്റെ അക്കോമഡേഷനും മറ്റുമൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. Okay, see you later on. Come, Mr. Joan. നന്ദൻ സാറേ 5 കോടി തന്നെ കേട്ടിട്ട് എന്റെ തലകൾ പെരുക്കണ്. ഇത് മോട്ടിച്ച കഥയിൽ എവനെങ്കിലും എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നു. ഞാൻ ഇതിന്റെ അവകാശങ്ങളെല്ലാം നിങ്ങൾക്ക് അങ്ങ് എഴുതരാം. എനിക്ക് ഇതിന്റെ ലാഭം വേണ്ട, നഷ്ടം വേണ്ട. എന്നെ ഒന്ന് ഊരിത്താൻ നന്ദൻ സാറേ. പീതാംബരം ഒന്ന് ധൈര്യമായിട്ടിരിക്കേ. അല്ലാന്തേട്ടാ ഈ 15 ദിവസത്തെ അവധി എന്നൊക്കെ പറയുമ്പോ ഇനി 15 ദിവസം തികയാൻ 15 ദിവസമില്ലടാ. വാ. അവന്റെ ഉണക്ക ചെരുപ്പ് തേങ്ങ